രാജ്യത്തിൻ്റെ ധാർമ്മികതയും അന്തസ്സും ചോദ്യം ചെയ്യും വിധം ഒരു അന്താരാഷ്ട്ര കുറ്റവാളി, അതിലുപരി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലോക നേതാക്കൾക്ക് ആഗോള വമ്പൻ സ്രാവുകൾക്കും കാഴ്ചവെച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ലോക ലൈംഗിക കുറ്റവാളിയുടെ ലിസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഉൾപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ രാജ്യത്ത് വൻ കോളിളക്കമാണ് രൂപപ്പെട്ടത്. ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുമ്പോഴാണ് എഫ്സ്റ്റീനെ കണ്ടതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഒരു ലൈംഗിക കുറ്റവാളിയെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മന്ത്രിയുടെ ഇമെയിൽ സന്ദേശങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടാണ് ഇതിനെതിരെ തിരിച്ചടിച്ചത്. 2014 അയച്ച ഈ ഇമെയിലുകളിൽ എഫ്സ്റ്റീനോട് മന്ത്രി ഉപദേശം തേടിയതായും ആരോപണമുണ്ട്. കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അദ്ദേഹവുമായി ബന്ധം പുലർത്തിയത് എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എഫ്സ്റ്റീനുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയതായി കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ചർച്ചകൾ നടത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രിയുടെ ഈ നീക്കം രാജ്യത്തിൻ്റെ സുരക്ഷയെയും രഹസ്യ സ്വഭാവത്തെയും ബാധിക്കുന്നതാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പാർലമെന്റ് പിന്നീട് ഇക്കാര്യത്തിൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകളിൽ ഹർദീപ് സിംഗ് പുരിയുടെ അനിൽ അംബാനിയുടെയും പേരുകൾ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. 10,000 രേഖകളും 300 GB ഡിജിറ്റൽ തെളിവുകളും അടങ്ങിയ ഇതിൻ്റെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തിലെ പ്രമുഖരുടെ ഒരു വലിയ കൂട്ടത്തെയാണ് ജെഫ്രി തൻ്റെ രഹസ്യ അറയിലൂടെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും അനിൽ അംബാനിയും അടക്കമുള്ളവരുടെ പേരുകളും ഉണ്ട് എന്ന വാർത്ത ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഈ രഹസ്യങ്ങൾ ട്രംപിൻ്റെ കൈപ്പിടിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ട്രംപിൻ്റെ ഇന്ത്യ ലക്ഷ്യം വെച്ചുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കെൽപ്പില്ലാതെ നരേന്ദ്രമോദി അടിയറവ് മനോഭാവത്തോടെ ട്രംപിന് മുന്നിൽ തിരുവായ്ക്ക് എതിർവായില്ലാതെ കീഴടങ്ങുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന വാദങ്ങൾ. കുറച്ചു കാലങ്ങളായി ട്രംപ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് പ്രകോപിതനായ ട്രംപ് 25% ഡ്യൂട്ടി ഉൾപ്പെടെ 50% തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. എന്നാൽ അടുത്തിടെ ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കാനും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാനും ഇന്ത്യ സമ്മതിച്ചതോടെ അമേരിക്ക ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% കുറച്ചുവെങ്കിലും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നവയുടെ തീരുവ 0 ആക്കി മാറ്റി എന്ന് ഇത് ഇന്ത്യക്ക് മേലുള്ള ട്രംപിൻ്റെ സമ്മർദ്ദമായി കാണുന്നുവെന്നും പ്രതിപക്ഷം തുറന്നടിച്ചിരുന്നു. ഏറ്റവും ജുഗുൽസാപകമായ ഒരു ലിസ്റ്റിൽ മോദി അടക്കമുള്ളവരുടെ അന്താരാഷ്ട്ര കേളികളുടെ രഹസ്യങ്ങൾ അടങ്ങിയ ഫയൽ അമേരിക്കയുടെ മേശപ്പുറത്തിരിക്കുന്നിടത്തോളം കാലം മോദി ട്രംപിൻ്റെ വാക്കുകളെ തള്ളിക്കളയില്ല എന്ന് മാത്രമല്ല, എണ്ണക്കരാറിൽ അടക്കമുള്ള വിധേയത്വം തുടർന്ന് അങ്ങോട്ടും ആവർത്തിക്കേണ്ടി വരും എന്നത് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുകയാണ്. ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിക്കും എഫ്സ്റ്റീനും ഇടയിലെ ഇടനിലക്കാരനായി വർത്തിച്ച ഹർദീപ് സിംഗ് പുരി ഭാവി ചോദ്യചിഹ്നമാവുകയാണ്. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനം ഏറെ പ്രക്ഷുബ്ധാവസ്ഥയിൽ ഏപ്രിൽ 2 പിരിഞ്ഞു. ഇനി മാർച്ച് 9 സഭ വീണ്ടും ചേരുമ്പോൾ അതേ പ്രക്ഷുബ്ധാവസ്ഥയിൽ അഗ്നിനാമ്പുകൾ ചിതറും. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷമുയർത്തിയ അവിശ്വാസ പ്രമേയവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവും അടക്കം പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്ത് ആകെ ചർച്ചയാകുകയാണ്. ജനാധിപത്യ നീക്കങ്ങൾ അത്രയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. അതിലൊക്കെ ഉപരി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ രാജിക്കായി പ്രതിഷേധം ശക്തമാക്കും. രാജ്യത്തെ ലോകത്തിനു മുന്നിൽ ഏറ്റവും ഹീനമായി നാണം കെടുത്തിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇനി മന്ത്രിസ്ഥാനത്തിരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് പറയുന്നത്. MP പോലും ആകുന്നതിന് മുൻപ് പുരിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കി. സഭയിൽ സീനിയർ നേതാക്കൾ ഇരിക്കുമ്പോഴും ഹർദീപ് സിംഗ് പുരിക്ക് വലിയ മുൻഗണന നൽകി. ഇതിനൊക്കെ പിന്നിലെ അദൃശ്യ ശക്തി എഫ്സ്റ്റീനാണോ? അതോ പവൻ ഖേര ചോദിച്ചതുപോലെ പുരിയുടെ കൈവശം എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടോ? ശരാശരിയിലും താഴ്ന്ന ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഒരു സുപ്രഭാതത്തിൽ ക്യാബിനറ്റ് പദവി തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് പെട്രോളിയം മന്ത്രി കസേരയിൽ കൊണ്ടിരുത്തുമ്പോൾ മോദി അദ്ദേഹത്തെ ഭയപ്പെടുന്നു എന്നല്ലേ തെളിയുന്നത്? ഇത് വ്യക്തമാക്കാൻ മോദി തയ്യാറാകണം എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഹർ ഹർ മോദി ഘർ ഘർ മോദി എന്നതിൽ നിന്നും ദർദർ മോദി ആയി മാറിയെന്ന് പവൻ ഖേര പരിഹസിച്ചിരുന്നു.
ഹർദീപ് സിംഗ് പുരിയുടെ രാജിക്കായുള്ള മുറവിളി രാജ്യത്ത് അലയടിക്കും ഇനിയുള്ള നാളുകൾ. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ജീവിച്ച ലൈംഗിക കുറ്റവാളിയുടെ തോഴനായി മാറുകയും പലതവണ ആ കുറ്റവാളിയുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്ത പുരിയുടെ നിലപാടുകളും വിശ്വാസ്യതയുമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിലൂടെ മോദിയുടെയും നില പരിങ്ങലിൽ ആയി കഴിഞ്ഞു. താൻ എഫ്റ്റീനെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിച്ച മന്ത്രി അതെന്തിനായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സന്ദർശനത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് സാരം. 2014-16 ഒരു ഔദ്യോഗിക പദവിയും വഹിക്കാത്ത പുരി ആർക്ക് വേണ്ടിയാണ് എഫ്റ്റീനെ കാണാൻ പോയത്? 2015 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ നയമായ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെക്കുറിച്ച് എഫ്റ്റീനോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അന്ന് ഔദ്യോഗിക പദവി ഒന്നുമില്ലാത്ത ഹർദീപ് എങ്ങനെ ഈ വിവരം ലഭിച്ചു? മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ സർക്കാർ പദ്ധതി ഒരു കുറ്റവാളിയോട് ചർച്ച ചെയ്യാൻ മാത്രം ഇയാൾ സ്വീകാര്യനായത് എങ്ങനെ? ഇതാണ് പവൻ ഖേര ചോദിച്ചത്. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളിൽ താൻ അങ്ങേയറ്റം രോഷാകുലനാണ് എന്ന് പുരിക്ക് എഫ്റ്റീൻ അയച്ച ഒരു ഇമെയിലിൽ എഫ്റ്റീൻ പറയുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പുറത്തുവിടുന്നത്. ഫലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാദ് ഇന്ത്യയിൽ വന്നതിന് ശേഷമായിരുന്നു എഫ്റ്റീൻ്റെ ഈ പ്രതികരണം. ഹർദീപ് സിംഗ് പുരി വഴി എഫ്റ്റീൻ മോദിയെ അറിയിക്കാൻ മാത്രം പശ്ചിമേഷ്യൻ രോഷത്തിൻ്റെ കാരണം എന്തായിരുന്നു? തുടർന്ന് 2017 മോദി ഇസ്രായേലിൽ പോയി, പാലസ്തീനിൽ പോയതുമില്ല. ഇതേക്കുറിച്ചാണ് പിന്നീട് എഫ്റ്റീൻ മോദി ഇസ്രായേലിൽ നൃത്തം ചെയ്തു എന്ന് വെളിപ്പെടുത്തിയത്. എഫ്റ്റീൻ ഫയലിൽ ഒളിഞ്ഞിരിക്കുന്ന അതീവ രഹസ്യം ഇന്ത്യയെയും പിടിച്ചുലയ്ക്കുമ്പോൾ മോദി സർക്കാരിൻ്റെ ഉച്ചയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഡെമോക്രസിൻ്റെ ഖഡ്ഗം മൂർച്ചയേറി ജ്വലിക്കുകയാണ്. 2015 എഫ്റ്റീന് പുരി ഒന്നിച്ച് കാപ്പി കുടിക്കാൻ ചോദിച്ചയച്ച മെയിൽ നോർവീജിയൻ നയതന്ത്ര പ്രതിനിധി തെർജർ റോഡ് ലാഡ്സന് ഫോർവേഡ് ചെയ്തതിന് മറുപടിയായി ലാഡ്സൺ അയച്ച പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കാരനെയും പാമ്പിനെയും ഒരുമിച്ച് കണ്ടാൽ ആദ്യം ഇന്ത്യക്കാരനെ കൊല്ലണം എന്നാണ് പറയാറുള്ളത് എന്നായിരുന്നു. രണ്ടിനെയും എങ്ങനെ വേർതിരിച്ചറിയാം എന്നതായിരുന്നു എഫ്റ്റീൻ അതിൽ പ്രതികരിച്ചത്. ഇങ്ങനെ പുരി ഇടപെട്ട കൂടുതൽ ഇമെയിൽ പുറത്തു വന്നതോടെയാണ് പാർലമെൻറ്റിൽ പുരിക്കെതിരെ കൊടുങ്കാറ്റ് ഉയർന്നു പൊങ്ങിയത്. എന്തായാലും ഇനിയുള്ള വരും നാളുകൾ പുരിയുടെ രാജിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം കരുക്കൾ നീക്കുമ്പോൾ മോദിയുടെയും നില പരുങ്ങലിലാകും. അത് രാജ്യത്ത് BJPക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. രാജ്യത്താകെ പെട്ട മോദി സർക്കാരിനെതിരെ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിൽ കടപുഴകി നിലതെറ്റുന്ന അവസ്ഥയാണ്. അമേരിക്കയുടെ കയ്യിലെ എഫ്റ്റീൻ ഫയൽ രഹസ്യങ്ങൾ അത് ഒരു അണുബോംബാണ്. അതിൽ നിന്നും പ്രഹരിക്കുന്ന അണുവികരണം മോദിയെയും BJPയെയും ഗ്രസിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.